அப்புறம் அவங்க பார்ட்டிஸ்க்கு அடிக்கடி போற மலையாளம் மியூசிக் டைரக்டர்ஸ் எல்லாம் நிறைய சொல்லுவாங்க என்கிட்ட என்ன நடக்குதுங்கன்ட்டு. ஐயோ நாங்க அவங்க பார்ட்டியில ஒரு சாக்லேட் தொடவே மாட்டோம் அப்படிங்குவாங்க. எனக்கு அதை பத்தி சொல்றதுக்கு ஒண்ணுமே இல்லை. സുഹൃത്തുക്കളെ, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസുകളും മറ്റും ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. പലതും നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഗതികളിലും നമ്മളൊന്ന് ചർച്ച ചെയ്യപ്പെടാവുന്ന ചില കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് എന്തുകൊണ്ടാണ് ആളുകൾ ചർച്ച കൊണ്ടുപോകാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എനിക്ക് തന്നെ ഇങ്ങനത്തെ ഒരു ചർച്ച അതിൻ്റെ ഇടയിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശയം കിട്ടിയത് തന്നെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്ത സമയത്താണ്. ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടല്ലോ, ഇത് കാണാത്ത ആളുകൾക്ക് ഇതെന്തായാലും ഇത് മനസ്സിലാക്കണമല്ലോ എന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് രണ്ടാമതായിട്ടെങ്കിലും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, കൃത്യമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ സിനിമാ മേഖലയിലെ പുരുഷന്മാരെ കുറിച്ചിട്ടാണ്. പുരുഷന്മാർ പലതും ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളോടൊപ്പം ഒരു പുരുഷനെ കാണുന്നു, പിന്നെ നമ്മളാണ് സങ്കല്പിച്ച കളയാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പുരുഷന്റെ ഒപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയുടെ ഒപ്പം ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംഗതി വേറെയാണ് എന്ന് മാത്രം ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അത്രയ്ക്കധികം ഭീകരമായിട്ട് ലൈംഗിക അസുഖം പിടിച്ചെടുക്കുന്ന ആളുകളാണ് മലയാളികൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലാതെ ഇത്ര വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട സംഗതി അല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അത് അങ്ങനെ പുറത്ത് ചർച്ച നടക്കുന്നുണ്ട്, നിങ്ങൾ മുമ്പിലേക്ക് അത് എത്തിക്കാതിരിക്കാൻ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് സാധിക്കുന്നില്ല. എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഇതിനൊക്കെ ഒപ്പം ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നതിനൊപ്പം സിനിമാ മേഖല ആണുങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനൊപ്പം തന്നെ സിനിമാ മേഖലയിലെ മറ്റു വിഷയങ്ങൾ കൂടി ഒന്ന് ചർച്ച ചെയ്യാന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പേജ് ഉണ്ട്. ആ ഒരു പേജില് തുടങ്ങുന്നിങ്ങനെ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ സിനിമ ജനറലി എന്ന് പറയുന്ന ഒരു ഭാഗത്ത്, ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൺ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ആ ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഹെഡിങ്ങിന്റെ താഴത്തായിട്ട് ഒരു പ്രത്യേക ഭാഗമുണ്ട്. അത് പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അത് ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത് അവസാനിക്കുന്നതും. ഗ്രോസ് ഇൻഡിസിപ്ലിൻ ഇൻ സിനിമ, കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ്സ്, ഡിസോർഡർലി കണ്ടക്ട്, മിസ്ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ളതാണ്. ഇത് 9ാമത്തെ പോയിന്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഹേമ കമ്മിറ്റിയിൽ വരുന്നത്. സംഗതി പച്ച മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ്സ്. കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഉണ്ട്, ഒപ്പം യൂസ് ഓഫ് ഡ്രഗ്സും അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസോർഡർലി കണ്ടക്ട് ആൻഡ് മിസ്ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ആളും നല്ല ബോധമുള്ള സമയത്ത് എന്തായാലും ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറുക, അതും ഒരുപാട് ആളുകൾ, സിനിമ എന്ന് പറയുന്ന ഒരു ഷൂട്ടിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ 100 കണക്കിന് ആളുകൾ ഒരൊറ്റ ടൈമിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 50 പേരെങ്കിലും മറ്റേ ടൈമിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്ലേസിൽ വെച്ചിട്ട് ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അത്ര ബോധമില്ലാതെ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന പോലെ, 9ാമത്തെ പോയിന്റ് പറയുന്ന പോലെ, കൃത്യമായിട്ടും നമ്മുടെ സിനിമാ മേഖലയിൽ ഒരു മയക്കുമരുന്നിന്റെ ഉപയോഗം ഭീകരമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ ആരും അഡ്രസ് ചെയ്യാത്തത്? ഈ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അപ്പോഴാണ് ആരൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്ന ആളുകളെന്നും, അത് വർക്ക് പ്ലേസിൽ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നും, അതിന്റെ ഭാഗമായിട്ട് ആരൊക്കെ വർക്ക് സൈറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടുകയുള്ളൂ. ഇതൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഒരല്പം പഴയ വീഡിയോയിലേക്ക് പോകണം. നമുക്കറിയാം, ഷൈൻ ടോം ചാക്കോ പണ്ടൊരിക്കൽ ഒരു മയക്കുമരുന്ന് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റിലാവുകയും പിന്നീട് റിലീസ് ആവുകയൊക്കെ ചെയ്തു. അതൊരു ഫേക്ക് കേസാണെന്നും മറ്റൊക്കെ ഇപ്പോൾ പറയപ്പെടുന്നത്. എന്തൊക്കെയായാലും അന്ന് വന്ന ഒരു വാർത്തയുണ്ട്, അത് ആദ്യം കേൾക്കാം. വെണ്ടിയാൽ മാവോയിസ്റ്റ് അല്ലെങ്കിൽ കൊക്കൈൻ എന്ന തലക്കെട്ടിലാണ് ആഷിഖ് അബുവിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. കൊക്കൈൻ കേസിൽ തന്റെയും റീബയുടെയും ഫഹദ് ഫാസിലിന്റെയും പേര് അനാവശ്യമായി വലിച്ചെഴുത്തതാണ്. ചില മാധ്യമ വ്യഭിചാരികൾ വ്യക്തിവിരോധം തീർക്കാനാണ് ഇത്തരം കഥകൾ മെനയുന്നതെന്ന് ആഷിഖ് അബു കുറ്റപ്പെടുത്തുന്നു. തനിക്കെതിരെ വാർത്ത നൽകിയ അതേ ലേഖകനാണ് നമ്പി നാരായണനെതിരെ വ്യാജ വാർത്ത നൽകിയതെന്നും ആഷിഖ് പറയുന്നു. കൊക്കൈൻ കേസിൽ ആഷിഖ് അബുവിനെയും റീമ കല്ലിങ്കലിനെയും ഫഹദ് ഫാസിലിനെയും ചോദ്യം ചെയ്യാൻ പോലീസ് അനുമതി തേടിയെന്നായിരുന്നു മംഗളം ദിനപത്രം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത എഴുതിയ മാധ്യമപ്രവർത്തനെതിരെയും പ്രസിദ്ധീകരിച്ച മംഗളപത്രത്തിനെതിരെയും മാനനഷ്ട കേസ് നൽകുമെന്നും കെട്ടുന്ന തുക നമ്പി നാരായണന് കൈമാറുമെന്നും ആഷിഖ് വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ നിയമപ്രകാരം തന്നെ ശിക്ഷിക്കപ്പെടും. കേസിൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും പരിശോധനകൾക്കും തയ്യാറാണെന്ന് പറഞ്ഞാണ് ആഷിഖ് അബു തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കുറച്ചു കാലം മുമ്പുള്ള ഒരു സംഗതിയാണ് കേട്ടോ, അതിൽ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല.
അന്ന് അങ്ങനെ ഉണ്ടാവുകയും അതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം പോസ്റ്റ് ഇടുകയും എതിർക്കുകയും കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ഇവരെല്ലാം കുറ്റക്കാരല്ല എന്ന രീതിയിൽ സംഗതികളൊക്കെ പുറത്താവുകയും ചെയ്തു. സംഗതി ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് സംഗതി അതൊന്നുമല്ല. ഇതിനൊക്കെ ശേഷം സുചിത്ര എന്ന് പറയുന്ന ഒരു തമിഴ് സിംഗറുണ്ട്. ആ സിംഗർ ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂവിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു ഗൂഗിൾ മീറ്റ് ഇന്റർവ്യൂ ആണ്. അതിൽ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സത്യം പറയാലോ അത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഞാൻ ആദ്യമേ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പറയട്ടെ, എനിക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു വെക്കാം. എന്തായാലും ഇത് ഒരു ആരോപണമാണ്, ഗുരുതരമാണ്. ഇത് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. എന്തായാലും നമുക്കതൊന്ന് കേട്ടോക്കാം. இந்த ரீமா கலிங்கர்ல எல்லாருக்கும் போன் பண்ணி நீங்க ஏன் இதை பத்தி பேசல, ஏன் சாவடிச்சிட்டு இருக்காங்க அந்த லேடிஸ், எல்லா இன்ஃபுளுசர்ஸ் பேஜ் கடியிலயும் போய் ஷேம் ஆன் யூ, யூ ஹேவ் நாட் ஸ்போக்கன் அபௌட் தி கேரளா இஷ்யூன்றாங்க. பிஆர் ஓவர் ஒர்க் பண்ணிட்டு இருக்கு. அவங்க காசு கொடுத்து பண்ணின இன்டர்வியூஸ் முடிஞ்சிருச்சு. அதுக்கு மேல இன்ஃபுளுசர்ஸ் இந்த 238 பேஜ் டாக்குமெண்ட் பார்த்துட்டு we don't want to talk about itன்ட்டாங்க. இப்பட்ட முறையில சொல்றதுக்கே ஒண்ணும் இருக்காது அவங்களுக்கு. இந்த மாதிரி நடக்குதுன்னா நடக்க கூடாது. இந்த கேர்ள்ஸ் சுத்தி உட்காந்துட்டு தம் அடிச்சுட்டு வாங்கி குடிச்சிட்டு இதுல கொஸ்டின் அவங்க லைஃப் ஸ்டைல் அப்படி. we are talking about lifestyle ladies. இன்னைக்கு திடீர்னு வெள்ளமா உட்காந்துட்டு பேசுறாங்கன்னா நாளைக்கு ப்ளீஸ் அவங்க just take a peep at their lifestyle. So first of all நான் அந்த ரிப்போர்ட்டையே நான் வந்து null and voidன்னு சொல்லிடுவேன். அதனால எந்த பெரிய மாற்றமும் வரப்போறது கிடையாது. சோ அத வந்து ஒரு இமேஜ் கிளீனப் ஃபார்மேட்டா வந்து இவங்க பார்த்தாங்கன்னா கண்டிப்பா சில பேர் முன்னுக்கு வந்து இதை சொல்ல வாய்ப்பு இருக்கு. ஏன்னா ரீமா கலிங்கர் was also going through a very very bad PR phase up to 2-3 years. அவங்க கரியர் அடிபட்டிருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னாலதான் mostly. Where there was a lot of free usage of certain things which should never even be at a party, not even at an adult party. கொச்சி ரெய்ட் எல்லாம் விழுந்தப்போ யார் வீட்டுல விழுந்துச்சு ப்ரோ? ரீமா கலிங்கர் and அபு அவங்க பாய் ஃப்ரெண்ட் அந்த டைம்ல. Like nobody is asking Rima Kalingel this question that நீங்க டிசைட் பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க? இந்த மாதிரி எத்தனை சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரோடியூஸ் பண்ணிருக்கீங்க. நீங்க ஃபர்ஸ்ட் ட்ரக்ஸ் ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களுடைய சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. guys also இதெல்லாம் கொச்சி அவங்க அரெஸ்ட் பண்ண ரிப்போர்ட்ல இருக்கு. What was her boyfriend's name? அபு what? அபு அந்த டைம்ல 2 பேரும் தான் விசாரணைக்கு கூட்டிட்டு போனாங்க. அப்பதான் வந்துச்சு அவங்க 2 பேரும். ஜஸ்ட் ப்ளீஸ் அட்டாச் தட். ஏதாவது ஒரு ஸ்கிரீன்ஷாட் ஆஃப் தட் ஆர்டிகல் யாரும் சும்மா நான் ஏதோ வளாத்திட்டு இருக்கேன் அடியில கமெண்ட்ஸ் வரப்போகுது. நானே ஷாக் ஆனேன். ரீமா கலிங்கர் does this what அப்படின்ட்டு. அந்த ஆர்டிகல் படிச்சுதான் எனக்குமே தெரியும் அந்த டைம்ல. அப்புறம் நான் அவங்க பார்ட்டிஸ்க்கு அடிக்கடி போற மலையாளம் மியூசிக் டைரக்டர்ஸ் எல்லாம் நிறைய சொல்லுவாங்க என்கிட்ட என்ன நடக்குதாங்கன்ட்டு. ஐயோ நாங்க அவங்க பார்ட்டியில ஒரு சாக்லேட் தொடவே மாட்டோம் அப்படிம்பாங்க. எனக்கு அதை பத்தி சொல்றதுக்கு ஒண்ணுமே இல்லை. இந்த സുഹൃത്തുക്കളെ ഭീകരമായിട്ടുള്ള ആരോപണമാണ്. അക്ഷയ് കപൂറിന്റെ റിമ കല്ലിങ്ങിന്റെ വീട്ടിലെ നൈറ്റ് പാർട്ടികളെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗംഭീരമായ തമിഴ് ഇംഗ്ലീഷും പറയുന്നത് അവിടേക്ക് പോകുന്ന ആ ഒരു നൈറ്റ് പാർട്ടികളിലേക്ക് പോകുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് പറയുന്നത് അവരെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലുള്ള കേക്ക് പോലും ഒന്നും കഴിക്കില്ല എന്നാണ്. കേക്ക് പോലും കഴിക്കില്ല, ചില കേക്കിൽ എന്തുണ്ട് എന്നതാണ് ചോദ്യം. കേക്ക് പോലും കഴിക്കില്ല, ഞങ്ങൾ ഒന്നും ടേസ്റ്റ് ചെയ്യാതെ വരുന്നു എന്നൊക്കെ പറയുന്നു. ഒപ്പം രണ്ടാമത്തെ ആരോടും പറയുന്നത് അവിടേക്ക് ആദ്യമായിട്ട് പോകുന്ന ഏതൊരു നടീനടന്മാരും അവരുടെ നടിമാരുടെ വെർജിനിറ്റി പോലും നഷ്ടപ്പെടുന്നത് അവിടെ നിന്നാണ്. ആ വീട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരെ പാർട്ടികളിൽ നിന്നാണ് വെർജിനിറ്റി പോലും നഷ്ടപ്പെടുന്നത്. അത് ആണിൻ്റെതായാലും പുരുഷന്റേതായാലും പെണ്ണിൻ്റെതായാലും. ഇങ്ങനെയുള്ള ഒരു ഭീകരമായിട്ടുള്ള ആരോപണമാണ് സുചിത്ര എന്ന് പറയുന്ന ഈ സിംഗർ ആരോപിക്കുന്നത്. അതിഭീകരം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു നൈറ്റ് പാർട്ടി കൾച്ചർ, അല്ലെങ്കിൽ നൈറ്റ് പാർട്ടി നടക്കുന്ന ആളുകളുടെ ഒക്കെ വീഡിയോ എടുക്കുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികൾ നമുക്കില്ല. നമുക്കറിയാം ഹിന്ദി സിനിമയിലും മറ്റൊക്കെ പാർട്ടി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുടെ വീഡിയോസും മറ്റൊക്കെ വൈറലാവാറുണ്ട്. മലയാളത്തിൽ അങ്ങനെ നടക്കാറില്ല. ഇത് എവിടെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, ആരും അന്വേഷിക്കാൻ പോകില്ല. എന്തൊക്കെയായാലും ഇപ്പോ ഇങ്ങനെ ഈ സുചിത്ര എന്ന് പറയുന്ന ഈ സിംഗർ പറയുമ്പോൾ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് മലയാളത്തിലെ ഒട്ടുമിക്ക പുരുഷ നടന്മാരും ആകെ പ്രശ്നത്തിലാണെന്ന രീതിയിൽ സംഗതി എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് മറ്റിടത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പുറത്തറിയട്ടെന്നേ. അങ്ങനെ ആകെ മൊത്തം കറങ്ങി തെളിഞ്ഞ് നല്ല സുന്ദരമായ ആകാശം ഉണ്ടാവട്ടെ അല്ലേ. ബൈ.